അടുത്തതായി പൂട്ടുകുത്തി തുറക്കൽ മത്സരമാണ്. മോഷണ കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്പെഷ്യൽ മത്സരമാണ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കമ്പി കഷ്ണം കൊണ്ട് ആദ്യം പൂട്ട് തുറക്കുന്ന ആൾക്ക് എന്റെ വക ഒരു സമ്മാനം. എടുത്തോളൂ. റെഡി സ്റ്റാർട്ട്. ആദ്യം തുറക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും സമ്മാനം. ആദ്യം തുറക്കുന്ന ആൾക്കായിരിക്കും ഉജ്ജ്വലമായ സമ്മാനം ലഭിക്കുന്നത്. ഞാൻ തുറന്നു. എവിടെ? കൊള്ളാം, മിടുക്കൻ. താങ്ക് യു സാർ. ഇനി ഞാൻ ഒരു സത്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സ്റ്റോർ റൂം കുത്തി തുറന്നത് ആരാണെന്ന് അറിയാൻ ഞാൻ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു ഇത്. മത്സരമല്ലെങ്കിലും ഇവനുള്ള ട്രോഫി ഞാനിപ്പോ കൊടുക്കാൻ പോവാ. നീ ഏത്തപ്പഴം കട്ട് തിന്നല്ലടാ. ഒന്ന് എങ്ങനെയുണ്ട് ട്രോഫി? ഇതൊരുമാതിരി മറ്റേ ട്രോഫി ആയി പോയി. ഇത് തിരിച്ചു തരണ്ട. കുറച്ച് കഴിയുമ്പോഴേ ഈ ചാക്കെല്ലാം ചുമന്ന് വണ്ടി കയറ്റാനുള്ളതാ. ഇതാ പുറത്ത് കൃഷി ചെയ്യാനുള്ള ചേനയുടെയും ചെമ്പിന്റെ വിത്താ. എടാ, എന്റെ ചാക്ക് നീ തന്നെ ചുമക്കണം. അല്ലെങ്കിൽ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാവും. വേഗം ആകട്ടെ. അതെ, പറഞ്ഞ പോലെ നീ എന്റെ വീട്ടിൽ കാശെത്തിക്കണോട്ടാ. ആണ്, നിന്റെ അച്ഛന് കൊടുക്കാനുള്ള 2000 രൂപയും ഒരു ബ്രാൻഡിയും മൂക്കിപ്പിടിയല്ലേ, അത് ഞാൻ ഏറ്റുവന്ന്. അതുകൊണ്ടാ ഞാനിപ്പോ കൂട്ടിക്കണത്. വേഗം ആട്ടുന്നു. ഇതൊക്കെ നിൽക്കട്ടെ. അടി കൂട്ടി അങ്ങോട്ട് ഇളക്കടാ. ജയിലിനക്കരെ പോണോരെ ചക്കി കേറി. ഇങ്ങോട്ടോ. അയ്യോ, അവിടെ ഇറക്കി വെക്ക്. സാറ് അവിടെ വെക്കല്ലാം. ഇറക്കി വെക്ക്. നിനക്ക് ഇവിടെ അല്ലല്ലോ ഡ്യൂട്ടി, പിന്നെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അല്ല സാറേ, ഈ ചാക്കൊക്കെ പുറത്തെ വണ്ടിയിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ഈ ടാങ്കിൽ ഗോമൂത്രവും ചാണകവും കൂടെ കലക്കിയ ജൈവവളാ. ചാക്കല്ല അതിനകത്ത് ഒരു ദിവസം മുക്കി വെച്ചിട്ട് നാളെ കൊണ്ടുപോയാൽ മതി. എല്ലാം കൂടെ ഇതിനകത്തോട്ട് പറ. നിന്റെ മോളെ ഇപ്പൊ കിള്ളൂടാ. മെല്ലെ മെല്ലെ അതിലെടുത്തിട്ട്. അല്ല, ഇതിപ്പോ എന്താണ് ഇത്? നിന്ന് വട്ടം ചവിട്ടാ മാറിക്കണം. അതെടുത്തിട്ട്. ഈശ്വര, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. അയ്യോ, എന്തത്? ഈശ്വര, വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടായിരിക്കണേ. എന്തോ രാസപ്രവർത്തനമാണെന്ന് തോന്നുന്നില്ല. രാസപ്രവർത്തനമല്ല സാർ, രാഘവന്റെ പ്രവർത്തനമാണ്. രാഘവനാ? ഉടനെ കെട്ടഴിച്ചില്ലെങ്കിൽ ചത്തുപോ സാർ. അയ്യോ, ജൈവോളം. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ സാറേ. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. കഷ്ടകാലത്തിന് കുടുക്കു വീണേക്കണം. ഇങ്ങോട്ട് നോക്കിയേ. രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ റാസ്കൽ? പറയടാ, വേറെ ആരെങ്കിലും ചാടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സൂര്യനും ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. അവൻ രക്ഷപ്പെടാൻ അനുവദിക്കരുത് സാർ. സാറേ, അവൻ ചത്തു. ജൈവവളമല്ല, അവന്റെ മുടി നന്നായിട്ട് വളർന്നോട്ടെ. അടുത്തത് ചെസ് നമ്പർ 66 സുഗുണൻ. സാറേ, അവൻ മതിലിയാടാൻ പോകണം. നിങ്ങളൊക്കെ ആരാ? അതിപ്പം മനസ്സിലാക്കി തരാടാ. ബ്രോ, ഗുഡ് ക്യാച്ച്. അതേടാ ബ്രോ, ഗുഡ് ക്യാച്ച്. ചുരുട്ടി എടുക്കണോ അവനെ? ഇതിനാണ് പോലീസ് വലവരിച്ചെന്ന് നല്ല വേദനയുണ്ടല്ലേ? എല്ലാ കാര്യമുണ്ടോ? എന്തേടാ, എന്തേ പറ്റി? ഒരു വീഡിയോ ഫിലിമിൽ അഭിനയിക്കാൻ പോയതാ. ഇടിച്ചു മൂക്കിന്റെ പാലം തകർച്ചു. ജയിലാശുപത്രിയിൽ പുതുക്കി പണിയാൻ കൊണ്ടുപോവാ. ഈ പാലം പൊളിച്ചതാരാ? സൂപ്രണ്ട് ഉണ്ണിക്കുട്ടൻ. കോരങ്ങന്റെ പൂമാരി കിട്ടിയ പോലെയാ സംഭവങ്ങള്. തലയ്ക്ക് സ്ഥിരയില്ലാത്തതിനൊക്കെ പിടിച്ച് സൂപ്രണ്ടാക്കിയാലേ ഇങ്ങനെ ഇരിക്കും.
ഞാൻ സൂപ്രണ്ടായിരിക്കുമ്പോ ഇവിടെ കിടന്ന ആളാണോടാ. പോലീസ് ബാങ്ക് കണ്ടിട്ടുണ്ടോടാ. ഡോക്ടർ കൊണ്ടുകൂടാ പതുക്കി ഇടിക്കാൻ നിന്നോട് പറഞ്ഞു തരണം. എനിക്ക് പതുക്കടിക്കാൻ അറിയില്ല. ഓ, അയ്യോ, ഞാൻ മറന്നുപോയതാ. എനിക്ക് വേദനിക്കുന്നു. നിനക്കും വേദനിക്കുമല്ലടാ, ഇതുപോലെ തന്നെയല്ലടാ മറ്റുള്ളവർക്കും. നീ കാരണം ഇപ്പൊ മൂന്നാമത്തെ ആളല്ലടാ ആശുപത്രി പോയത്. മനഃപൂർവ്വം അല്ല ഗോപിയേട്ടാ. അല്ല സാറേ, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കൽ നിർത്താൻ പറ്റണല്ലേ. എന്തൊരു കാര്യമാണിത്. എന്റെ ഗോപി സാറേ, ഈ കഴുതയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ സാറിന് സൂപ്രണ്ടാക്കാൻ? കേക്കടാ, ഈ ജയിലിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞ് സാർ ആവശ്യമില്ലാത്ത ഒരുപാട് പരിഗണന ഇവന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ബലമാണ് ഈ കാണുന്നതൊക്കെ. ഈ ചെറിയ സാറിന് എപ്പോഴും എന്നെ ചൊറിയണ ഒരു രസം. ഞാൻ കാല് പിടിച്ചിട്ട് എനിക്ക് വേഷം കിട്ടിയത്. എനിക്ക് ഇങ്ങനെയൊക്കെ പോലീസ് ആവാൻ പറ്റുള്ളൂ. സാർ ഒന്നും കാര്യമാക്കണ്ടാട്ടോ. പേ വാക്കിന് പൊട്ടച്ചെവി. അല്ലല്ല, ഞാൻ ഇനി പതുക്കി ഇടിക്കുള്ളൂ. നമുക്ക് ഒന്നിനും തുടങ്ങാം. അതിന് നിനക്കടിക്കാൻ ഇനി ആരാടാ വരാൻ പോകുന്നു? സാറൊന്ന് കുനിഞ്ഞാ ഞാൻ സോറി. രമേശേ, എടവാടാ. എടാ, എന്നെ ഇടിച്ചോടാ. അവനെന്ന് ഇറങ്ങി കിട്ടിയത് ബാക്കി ഞാൻ ഇടിച്ചോടാ. രമേശ്, എടവാടാ. ഒന്ന് പോടപ്പാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇപ്പൊ തന്നെ ശരിക്കും മൂത്രം പോലില്ല. തൊരപ്പാ. കേട്ടില്ലടാ, ഉച്ചക്ക് മീൻ തല തരാന്ന്. നീന്തലേ, എനിക്ക് എന്റെ തല മതി. നിന്നെ പേടിച്ച് നീ ഒരുത്തനും വരാൻ പോണില്ല. അമ്മാതിരി ഇടിയല്ലടാ നീ ഇടിച്ച്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഫൈറ്റ് സീൻ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ ഡയലോഗ് പോർഷൻ നോക്കാം. അത് ഞാൻ ആ സീനി കൊണ്ടുപോടാ. സാറാണ് ഈ ഡയലോഗ് എഴുതിയത്. വേറൊന്നും തോന്നരുത് കേട്ടോ. ഡയലോഗിന് പഞ്ച് പോരാട്ടോ. അല്ല, ഈ കാക്കി യൂണിഫോം ഒക്കെ ഇട്ടട്ടെ ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് ഷിറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ചില സിനിമയിലൊക്കെ പോലെ. എടാ, സിനിമയിൽ വിവരമില്ലാത്തവന്മാരങ്ങനെ പലതും എഴുതി വെക്കും. അതെ, എന്നെ അതിന് കിട്ടത്തില്ല. നീ തൽക്കാലം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി. അതല്ല സാറേ, ഒരു ഉദാഹരണത്തിന് ഇപ്പോ കാക്കിയിട്ടവരെ തൊട്ടാൽ തനിക്ക് നോവില്ല. ഇപ്പൊ സാർ ഞെട്ടില്ലേ ഡയലോഗ് കേട്ടപ്പോ? അതുപോലെ എല്ലാവരും ഞെട്ടണം സാർ. അതുപോലത്തെ ഒരു 5-6 ഇങ്ങോട്ട് വിട്. എടാ, നീ ആ ഫൈറ്റ് സീനോ കൊളവാക്കി. ഇതിലെങ്കിലും നീ ഒന്ന് കൈയിട്ട് വരാതിരിക്കാവോ? ഒരു ചാൻസ് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ലെന്നേ. ഞാനങ്ങോട്ട് ചെയ്താലോ? വേണ്ട, ഇത് കൊള്ളാവുന്ന ലക്ഷണം കേട്ടോ സാറേ. ഗോപിനാഥൻ, താരെന്താണോ തടവ് പുള്ളിയായിട്ടാണോ? എപ്പോഴും യൂണിഫോമിലല്ലേ സാർ, ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോ സൂപ്രണ്ടാണ് സാർ. മിണ്ടാ നിക്കണം. പ്രിസനേഴ്സിനുള്ള അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിന് സാങ്ഷൻ തന്നത്. ആ വീഡിയോ ഫിലിം എന്നെ കാണിച്ചിട്ടേ പ്രദർശിപ്പിക്കാവൂ. ഓക്കെ സാർ. എന്താ വീഡിയോ ഫിലിമിന്റെ പേര്? സാർ, അത് ജയിൽ പൂക്കൾ. ജയിൽ പൂക്കൾ. ഇവന്മാരുടെ കയ്യിരിപ്പ് വെച്ച് പൂക്കൾ എന്തൊക്കെ പേരിടാൻ പറ്റുള്ളൂ. സാറേ, ഞാൻ വേറൊരു പേര് പറഞ്ഞ തടവറയിലെ കമ്പികൾ. പക്ഷേ ഗോപി സാറ് സമ്മതിക്കുന്നില്ലെന്നേ. ആളുകൾ വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു വിചാരിച്ചിട്ട് അല്ലേ സാറേ? മിണ്ടാ, അങ്ങോട്ട് മാറി നിക്കടാ. അവൻ പറയട്ടോ. പറയടാ. ഇനി ഒന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ പറയാനുണ്ടാവില്ലേ. പക്ഷേ ഈ ആവിഷ്കാര സാന്ദ്രത ഇവിടെ കുറച്ച് കുറവാണ് സാറേ. അല്ലേ? ഇവനിതൊക്കെ അറിയോ? പിന്നെ മൂത്രപ്പരയിൽ ഒളിക്യാമറ വെച്ചാനല്ലേ ഇവനകത്തായത്. ബെസ്റ്റ് ക്യാമറമാനാ സാറേ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇവൻ എങ്ങനെ ക്യാമറ വെച്ചാലും കഴുത്തിന് താഴേക്കേ വരുള്ളൂ. അതുകൊണ്ട് എന്താ, ഞങ്ങളിപ്പോ തല കുത്തി കിടന്ന് മരിച്ചവരിക്കല്ലേ. മേലിൽ ഇതുപോലൊരു കേസ് കൊണ്ട് നിന്നെ ഇവിടെ കണ്ടുപോരുത്. നിന്റെ ഭാര്യയ്ക്കോ സഹോദരിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കൂടാ? സാറേ, ഇവൻ ആദ്യം ഒളിക്യാമറ വെച്ചത് ഇവന്റെ ഭാര്യയുടെ കുളിമുറിയില്ല. കഷ്ടകാലത്തിന് ഭാര്യയ്ക്ക് വരെ ഇവന്റെ അമ്മൂമ്മയാണ് കുളിക്കാൻ വന്നത്. കാക്കയ്ക്ക് വെച്ചത് ഗണപതിക്ക്. അല്ല സാറേ, ഗണപതിക്ക് വെച്ചത് കാക്കയ്ക്കാണോ കാക്കയ്ക്ക് വെച്ചത് ഗണപതിക്കാണോ? ആർക്കാ സാർ ആദ്യം വെക്കണം? ശരി, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോടാ. ഓക്കെ സാറേ. എടാ, ആരെങ്കിലും പോടാ. സാറേ, ബെല്ലടിച്ചു. എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സാറേ, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പനയാണ് കളിക്കാൻ പോണേ വട്ടത്തിലേക്കുണ്ടല്ലോ. എന്റെ വാദപ്രതിവാദം എപ്പോഴാണ് സാറേ? എനിക്ക് ചൂടെടുത്തിട്ട് പാടില്ല. കഴിയട്ടടാ, പോയി ഭക്ഷണം കഴിച്ചിട്ട് വേടാ. ആരും വേഷമൊന്നും മാറണ്ട. ശരിയാ, ഞാനത് ഇനി ഓരണ ഗോപിയേട്ടാ. അല്ല സാറേ, ലൈഫ് ലോങ് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ? സാർ വേണമെങ്കിൽ ഇതും കണ്ടിന്യൂ ചെയ്തോ? അഴിച്ചുവിട് സാറേ, അഴിച്ചുവിട്. അവൻ തലയിലോട്ട് കയറി കൊണ്ട് നിരങ്ങട്ടെ. ഡാടാ, നിങ്ങൾക്ക് കിച്ചൺ ഡ്യൂട്ടി അല്ലേ? എന്നാ പോയി ഭക്ഷണം എടുത്തോണ്ട് പോവാ. ആ ഫീമെയിൽ ബ്ലോക്കിൽ കൊണ്ട് കൊടുക്കണ്ടേ? ഡാടാ, വക്കീല് സൂപ്രണ്ടും ഒക്കെ പോടാ. ഇങ്ങനെയല്ല സൂപ്രണ്ടെ പോടാന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ജിന്റെയൊക്കെ നാളെ മുട്ടനാടെന്ന് പറഞ്ഞ ഇയാളെ വെട്ടിയാലോ നമുക്ക്? ഇയാളെ എഴുതി ഇനി empty ആകാൻ പോവല്ലേ. ടെസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് എടുക്ക്. എന്താടാ, നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ തീർന്നോ? ഇല്ല കാതിർക്ക, ഇനി ഇന്റർവ്യൂ കഴിഞ്ഞ് ബാക്കി തുടങ്ങും. എന്തായാലും ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അത് ശരിയാ.
നിനക്കിത് സ്ഥിരമാക്കിക്കൂടെ? നീ ചോദിച്ചാ സാറുമാർ അതും സമ്മതിക്കും. നിന്നെ അത്രയ്ക്ക് കാര്യല്ല. ഇവൻ ചോദിച്ചതാ, പക്ഷെ സാർമാർ സമ്മതിച്ചില്ല. നീ പോടാ. ഞാൻ കാര്യമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അവർ സമ്മതിച്ചേനെ. ഞാൻ ഈ ജയിലിന്റെ പുത്രനല്ലേ കാതർക്ക. ശരിക്കും പറഞ്ഞാ ഇതെന്റെ തറവാടാ. ഇവിടെ വരുമ്പോഴാ എന്റെ അച്ഛന്റെ അമ്മയുടെ സാന്നിധ്യവും അവരുടെ മണമൊക്കെ ഞാൻ അറിയണേ. സത്യം പറഞ്ഞാൽ ഫീമെയിൽ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മ വീടാ. അവിടെ ഭക്ഷണം കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്ന ഒരു സുഖം. വെടിവഴിപാടുണ്ട്. വാടങ്ങട് വെടിവഴിപാട് കഴിച്ചാൽ നിന്റെ കതിന് പൊട്ടിക്കും ഞാൻ. വെറുതെ അല്ല കണ്ടവന്മാരുടെ കേസൊക്കെ ഏറ്റെടുത്ത് അവൻ ഇങ്ങോട്ട് വരുന്നത്. അവൻ ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ. ദാ സാർ ടെസ്റ്റ് ഫുഡ്. അല്ല, ടേസ്റ്റ് ഉള്ള ഫുഡ്. ഇതിൽ ഉപ്പ് കുറവാണല്ലോ. സാമ്പാറിലിട്ടുണ്ട് സാർ. അല്ല, എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാണല്ലോ കഴിക്കണത്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ ഇങ്ങനെയാണെന്ന് തന്നെ ഞാൻ കൂട്ടി കഴിക്കേണ്ടി വരും. കണ്ട സാമ്പാറിന് ഉപ്പ് കറക്റ്റല്ലേ? സാറ് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യട്ടാ. സാറ് ജീവനോടുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കാല. എന്ത്? അല്ല, സാറ് പെട്ടെന്ന് ഓക്കെ പറഞ്ഞ അവർക്ക് കൊണ്ട് കൊടുക്കാല. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലാട്ടാ. ഫുഡ് സപ്ലൈ ചെയ്തോ. വേനർന്നോ എന്നെ കണ്ട കാക്കകൾ കുത്താൻ ചാൻസ് ഉണ്ട്. ഈ സൂര്യൻ പകൽ ഒരു ജോലിക്കും പോയില്ലേ, കത്തി വെക്ക. എന്തൊരു വെയിലല്ലേ സാറേ. ഞാൻ മഴ പെയ്ച്ചു തരാടാ. വേണ്ട വേണ്ട, എന്നെ ഇടിച്ചു മുള്ളിക്കാനല്ലേ. ഇയാടെ സൂക്കേട് തീർന്നില്ല ഇതുവരെ. പോയി ഭക്ഷണം കഴിക്കടാ. സോറി സാറേ, ഞാൻ ആ ഭാസ്കരനാന്ന് വിചാരിച്ചിട്ടാ. ഇനി ഉണ്ടാവില്ല. ഭഗവാനെ, ഒരു കൊല്ലം കൂടി കിടക്കേണ്ടി വന്നീനു. അവള് പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ഒരു വിഷമം. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാ? ഞാൻ എന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോവാ. ഏത് തറവാട്? ജയിലിലേക്കോ? മുഴു ഭ്രാന്തിന്റെ അവസ്ഥാന്തരങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരെണ്ണം. ഓ, എന്റെ കർത്താവ്, ഇവനെടുത്തി തോട്ടിലിട്ടാലോ? ഓ, തേടി വള്ളി കാലിച്ചു. ഏത് വഴി? എടാ, എടാ, പോലീസ്. നമസ്കാരം സാർ. എന്താടാ? അല്ല സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ. ഇതെന്താ ട്രാൻസ്പോർട്ട് ബസ്സാന്ന് വിചാരിച്ചോ നീ? റോട്ടിൽ കൈ കാണിക്കാൻ. സാർ, അന്ന് ആ കടതല്ലി പൊളിച്ച കേസില്ലേ, അതിലേക്ക് എന്നെ ഒന്നും കൂടി അറസ്റ്റ് ചെയ്യണം. ഇവിടെ നിന്നിട്ടൊരു സമാധാനം ഇല്ലെന്ന്. നീ പറയുമ്പോ കേസ് ചാർജ് ചെയ്യാനും വേണ്ടെന്ന് വെക്കാൻ ഇരിക്കുമല്ലേ ഞാൻ. സാർ പ്ലീസ് സാറേ, സാർ എന്നെ മൃഗീയമായിട്ടാണ് കീഴ്പ്പെടുത്തിയെന്നൊക്കെ വേണമെങ്കിൽ ചാനലിൽ പറഞ്ഞു. സാറ് ഫേമസ് ആയിക്കോ. വെറുതെ എന്റെ കൈമന കിടത്താതെ പോടാ. ഇല്ല പൊക്കെടുത്ത് ജീപ്പിലിടും ഞാൻ. അത് തന്നെയാണ് സാർ എനിക്ക് വേണ്ടത്. എന്നെ പൊക്കണം സാർ. സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സെൻട്രൽ ജയിലിലേക്ക് ആക്കി തരുമോ? സാറിന് 100 പുണ്യം കിട്ടും. പ്ലീസ് സാറേ. ഒന്ന് പോടാ. മനുഷ്യന്റെ ജോലികളാണ് ഇറങ്ങിയ പന്നി. വണ്ടി എടുക്കോ സാറേ, എന്നെ കളഞ്ഞിട്ട് പോണോ? ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഇല്ലെന്ന്. എന്തായി? പോലീസുകാരൊക്കെ പുണ്യാളന്മാരായടാ. എടാ പാഞ്ചി, നിനക്ക് പെറ്റീഷൻ എഴുതാൻ അറിയോ? പിന്നെ അപ്പനെതിരെ എത്ര പെറ്റീഷൻ എഴുതിയിരിക്കുന്നു? എന്നാ എനിക്കെതിരെ ഒരു പെറ്റീഷൻ എഴുതോ. എന്തിനാടാ? നിന്നെ ഞാൻ തല്ലി ആശുപത്രിയിലാക്കിയെന്നും പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ആശുപത്രിയിലല്ലല്ലോ. ആവാൻ പോവല്ലേ? എനിക്കൊരു കാരണം വേണോടാ. ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ഇവന് തലയ്ക്ക് ഓളാ. ഒന്നകത്തവൻ എന്താ ചെയ്യാ? അത് കണ്ട, അവന്റെ ദേഹത്തോട്ട് കേറിക്കോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ മര്യാദക്കാരന്. അവൻ കേസ് കൊടുത്തോളൂ. ഓ, കേസ് വരുന്ന വരവ് കണ്ട. അത് കാലിന് ബലമില്ലാത്ത ആളല്ലേ? അപ്പൊ കേസ് ബലാവില്ലേ? 2 കേസല്ലേ? ഒന്ന് വെറുതെ പോയ ഒരാളെ തല്ലി, 2 വൈകല്യം ഉള്ള ഒരാളെ തല്ലി. നീ ഈ കേസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവന്റെ കാല് പിടിക്കണം. കറക്റ്റാട്ടാ. ദൈവം ഏതൊക്കെ രൂപത്തിലാണ് വിടുന്നത്. സാക്ഷി നോട്ടാ. പിന്നെന്താ? ഒരു പണിക്കും പോകാത്ത നീ പണിക്ക് കൊണ്ട് നടക്കുവല്ലടാ. ഞാൻ പണിക്ക് പോണേട്ടാ. ഇടയ്ക്ക് പോവും. അത് ശരി. ഞങ്ങളൊക്കെ ഇവിടെ പണിയിലായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോ നീ പണിക്ക് പോലെ 5 വർഷം നീ വരില്ല. എന്തായിട്ടൊരു കാര്യമുണ്ട് തല്ലുന്നത്? നീ കൊണ്ട് കേസ് കൊടുക്കണ പോലീസ് സ്റ്റേഷനിൽ ഉണ്ണിക്കുട്ടൻ തല്ലിയെന്നും പറഞ്ഞ്. ഓ, അതാണ് കാര്യം. ഈ കേസ് ഞാൻ ഇപ്പൊ തീർത്തരാം. ഇത് എനിക്ക് കേസില്ല. എനിക്ക് കേസില്ല. ചെരുപ്പിടിക്കണ പട്ടി. എനിക്ക് 2 എണ്ണം ഉണ്ട്. ഇനി ഇത് വിട്ടേക്കാം. വേണ്ട വേണ്ടെന്ന് ചേട്ടനെന്താ പണി? പിള്ളേരെ പഠിപ്പിക്കില്ല. കളരി ആശാന. അയ്യോ,
ഇടപെടാൻ നന്നായി. ഉണ്ണിക്കുട്ടാ, നീ ഇപ്പൊ ഉണ്ണി പൊട്ടി കുട്ടനായല്ലോ. പന്നി അയ്യോ, ഇല്ല. അവിടെ ഇടിച്ച് കാല് പൊട്ടിയതാ. ഞാൻ ഓക്കെ. ചേട്ടൻ മാത്രം ഞൊണ്ടിപ്പോ പൊയ്ക്കോ. ഇവനാണോടാ നീ മര്യാദക്കാരെന്ന് പറഞ്ഞേ? ആടാ, അവൻ മര്യാദക്കാരനുണ്ടല്ലോ നിന്നെ കൊല്ലാണ്ട് വിട്ടത്. പോഞ്ചി പേപ്പറും ഇല്ല, ഹെൽമെറ്റും ഇല്ല. ആ പാടൂ. ചേട്ടാ, ഇത് ഒറിജിനൽ പഴമല്ലേ? അല്ലടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ. അതല്ല, ഇത് ഓർഗാനിക് ആണോന്ന് ചോദിച്ചതാ. എന്താ? അല്ല, ഇത് കഴിച്ചാ ഓർഗൻസ് അടിച്ചു പോവില്ല. ആ ഓർഗാനിക്കേ. അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ കട്ടോണ്ട് വന്നാ. എടക്കള്ള എന്താടാ ഇവിടെ ആരാ ദോശ വെച്ചേ? പേപ്പർ ശരിയല്ല, പൈസ എടുക്കണോ? ആ താങ്ക് യു സർ. ആ ശരി, കളക്ഷൻ ഇന്ന് വളരെ മോശമാണല്ലോടൂ. സ്വാമി ശരണയ്യപ്പാ. തറവാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇപ്പൊ എവിടെയല്ലേ? നാട്ടില്. ഇങ്ങോട്ട് വരില്ല? ഇല്ലായിട്ട് ഒരു രസമില്ല, ഭയങ്കര ബോറടി. കേസൊന്നും ഒത്തു വന്നില്ല സ്വാമി, പലതും ട്രൈ ചെയ്യണുണ്ട്. ഇപ്പൊ എവിടെയാ നിക്കണേ? ഇവിടെ ടൗണില്. ആ പരിസരത്ത് ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? ഇവിടെ ഒരാൾ ദോശ ഓടുന്നുണ്ട്. അത് വേണ്ട. വേറെ എന്തൊക്കെയാ നടക്കണേ? പിന്നെ ഇവിടെ ട്രാഫിക്കിൽ ഒരു രസമായി കൈക്കൂലി വാങ്ങുന്നുണ്ട്. അയാളെ കരണക്കുറ്റി നോക്കി എന്നാണ് കൊടുക്ക്. ആണോ? ബാക്കിയുമ്പോ വന്നിട്ട് നോക്കാം. ഞാനില്ല ഇവിടെ. ഓക്കേ. സാറേ, കള്ളു കുടിച്ച് വണ്ടി ഓടിക്കണതിന് എത്ര കൈക്കൂലി? കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിന് എത്ര കൈക്കൂലി ഒതുക്കിയ സാറേ. ഞാൻ പറഞ്ഞേ. ഒറ്റയടി പോലീസുകാരന് 3-4 പേരെ ആശുപത്രിയിലാക്കി ഒരു പടക്കക്കടം കത്തിച്ചു. പിന്നെ പോലീസുകാരനെ തല്ലിയതുകൊണ്ട് കേസിന് ബലം കൂടി. 2 വർഷം തടവ്. പിന്നെ വേറെ കുറെ ആൾക്കാരെ കൈയും കാലം പിടിച്ച് സെൻട്രൽ ജയിലിലെത്തി. ഇപ്പോഴൊരു സമാധാനം. എന്തായാലും ഒരു കാര്യത്തിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാ അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയൂ? നമ്മുടെ മെറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ ഇവരൊക്കെ ജയിൽ പുള്ളികളാ. കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട കളിച്ച് നടക്കുന്ന ആൾക്കാരെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാളത് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യേ, അതറിയില്ലേ? ആൾക്കാർ ലോകകപ്പെന്ന് പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണല്ലോ ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങണത്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ലോകകപ്പ്, പിടിച്ചാൽ ലോക്കപ്പ്. ഉണ്ണിക്കുട്ടാ, നമ്മുടെ സദാശിവം റിലീസായിട്ടോ? ഓ അതെയാ? ആള് പെട്ടു. അല്ല കാതർക്ക, നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞടാ. നിക്കാഹ് കഴിഞ്ഞ രാത്രി തന്നെ എന്റെ മോള് പുതിയാപ്പിളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഓ നല്ലവനാടാ. പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അത് നന്നായി. അപ്പൊ ആ കാര്യത്തിന് സമാധാനായി. സമയേ പെണങ്ങല്ലേ, ഒന്നും ഇങ്ങോട്ട് വാ. എന്ത് പെണക്കടോ? നമ്മുടെ ബ്ലോക്കിൽ പുതിയ അഡ്മിഷൻ എന്തെങ്കിലും വന്നാ? 2-3 വന്നിട്ടുണ്ട്. ഹൗസ് ഫുള്ള് ബോർഡ് വെച്ച് പറഞ്ഞേക്കാൻ പറ്റാത്ത ഇവിടെ മാത്രമാണല്ലോ. പുതിയ അഡ്മിഷനാ ഷിബു. അടിപിടിയേ? അടിയില്ല, പിടി മാത്രമേ ഉള്ളൂ. ബസ്സിലൊരു പെണ്ണിനെ കയറി പിടിച്ചു, അതും മഫ്തിയിലുള്ള വനിതാ പോലീസിനെ. നടയടിയും സൈനപ്രതിഷ്ഠ ഒക്കെ കഴിഞ്ഞോ? ഓ അതൊക്കെ കഴിഞ്ഞ് 5-ാം ബ്ലോക്കിന്റെ വക വെടിവഴിപാടും ഉണ്ടായിരുന്നു. ഇവിടെ വാ, മേസ്തിരിന്ന് കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ. അല്ല, വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സിൽ മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. സ്ത്രീകളും കുട്ടികളും ദ്രോഹിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുപ്പാ. തന്നെ നീ മെസ്സിലോ ബസ്സിലോ കണ്ടുപോരുന്നു. മനസ്സിലായോ? അയാളുടെ ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഈ പറഞ്ഞോട് മാത്രം. അത് സൈമൺ. എന്താ ആളുടെ കേസ്? ഫേമസ് പാർട്ടിയാ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൂമ്പൊടിഞ്ഞ്. രാഷ്ട്രീയ കൊലപാതകം. കോടതി ലൈഫ് അടിച്ച് കൈ കൊടുത്ത് ജീവപര്യന്താ. ഭാഗ്യവാൻ. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? അതിനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം. ശരിക്കും കിട്ടണേ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. എന്റെ പൊന്നോ, ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നോട് കളിച്ച് ഊതിക്കൊലിഞ്ഞു. പിന്നെ പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്ക്. സീനിയേഴ്സിനെ ബഹുമാനിച്ചു പോയങ്ങൊക്കെ ഇവിടെ ജീവിച്ചു പോവാ. അല്ലൊക്കെ ഞാനൊക്കെ ഭയങ്കര കച്ചറയാ. മനസ്സിലായോ? ഞങ്ങളെല്ലാരും. പിന്നെ ഈ മുളകിനെ ഞെട്ടിപ്പോക്കാൻ എന്തിനാ കത്തി? ചെടിന്ന് കൈകൊണ്ടല്ലേ പൊട്ടിക്കിന്? കത്തി താഴറ. എന്റെ അച്ഛനാ പറഞ്ഞേ. ആരാടാ കിരീടം കളിക്കുന്നത്?
ഒന്നുമില്ല, കടുകരിനെ കത്തി ചോദിച്ച കിട്ടി കിട്ടി. എന്റെ ശ്രീ പരമേശ്വര, കാത്തുരക്ഷിക്കണേ. എന്നും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. ഏയ് എന്നും അമ്പലത്തിൽ പോകുമോ? രാവിലെ ഒരു പ്രാർത്ഥന പതിവാ. അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും. സൈമൺ വേണമെങ്കിൽ ചർച്ചക്ക് അവിടെ ഉണ്ട് കേട്ടാ. കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവാ. ഏയ്, ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തതാ. ഓഹോ, പുസ്തകമാണല്ലേ. അല്ല, താനൊന്നും വായിക്കാറില്ലേ? ഞാനോ? എനിക്ക് ഭയങ്കര വായനശീല. കണ്ണി കണ്ട എല്ലാ ബോർഡും വായിക്കും. ഇവിടെ പാർക്ക് ചെയ്യരുത്, പുകവലി പാടില്ല, അന്യർക്ക് പ്രവേശനമില്ല, ആരും അന്യരല്ല, തള്ളുക തുറക്കുക, അങ്ങനെ എല്ലാം വായിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അടിപിടിക്കിടയിൽ ഒരാൾ അറിയാണ്ട് തട്ടിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരാൾ തട്ടിപ്പോവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലാൻ എങ്ങനെ സാധിക്കണേ? ചോദിച്ചു കുഴപ്പമായ രാത്രി ഉറക്കത്തിൽ ഇയാൾ എന്നെ കൊല്ലൂ. ഞാൻ കിടക്കുന്നിടത്ത് സാമിയെ കിടത്താം, സാമി കിടക്കുന്നിടത്ത് ഞാൻ കിടക്കാം. ഇനി ഇയാള് സാമിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തേക്കണെങ്കിലോ? എന്റെ ഉറക്കം പോയി. ഒന്നുകൂടി പ്രാർത്ഥിച്ചേക്കാം. 7-ാം ബ്ലോക്കിൽ പുതിയൊരു തെണ്ടി വന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് കമ്പി കുത്തി കയറ്റിയ തെണ്ടി. ഇവനൊക്കെ സർക്കാർ ചെലവിൽ എന്തിനാ സാറേ തീറ്റി പോട്ടനെ? പിടിച്ചുപാടെ ഇവന്റെ ഒക്കെ ടാപ്പിങ്ങിനെ മുറിച്ചെടുത്തിട്ട് പട്ടിക്കിട്ട് കൊടുക്കണം. എന്നിട്ട് കൈ പിന്നെ കിട്ടി തൂക്കിക്കൊള്ളണം. ശരിയാടാ, ഇവനൊക്കെ ഇവിടെ കിടന്ന് തിന്നുന്ന തീറ്റയില് ആ പാവം പിടിച്ച പെങ്കൊച്ചിന്റെ വീട്ടുകാർ കരം കൊടുക്കുന്ന കാശും കൊടുക്കണം. ഞാനെങ്ങാനായിരിക്കണം ജഡ്ജി. അതെങ്ങനെയാ? എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കൂ. ഗൾഫിലൊക്കെ ആണെങ്കിണ്ടല്ല, ആളാരാന്ന് പോലും നോക്കില്ല, അപ്പൊ തന്നെ തല വെട്ടിക്കളയും. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. എന്നാൽ ഇവിടെ പെൺകുട്ടികൾക്ക് മാനം മര്യാദയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനിവിടെ കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശം പറയാനല്ലേ ആളുള്ളത്. ടാപ്പ് ഓൺ ചെയ്തേ. അതെ, ബൈപ്പാസ് ചെയ്ത് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ. കണ്ടാ? ഓക്കെ, ആ ഓക്കെ. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, വൃത്തിയട്ട ക്രിമിനൽസിനെ ഇതിനകത്ത് കുത്തി ഇറക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ ഇനി ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സമാധാനമായിട്ട് പുറത്ത് ജീവിച്ചോളാം. ഡോക്ടർ പോ. ഇത് ഡോക്ടറല്ല, പ്ലംബർ. പൊന്നമ്മ സാറേ. എന്താടാ? എന്റെ അമ്മ വീട്ടിൽ വിരുന്നുകാരുമില്ലേ? മറ്റേ കക്ഷി ഇവിടെ പോയി. അവര് റിലീസായി പോയി. എന്റെ അമ്മയുടെ ആത്മാവ് ഇപ്പോഴും അതിനകത്ത് ഉണ്ടാവില്ല സാറേ. മാഡം, പുതിയൊരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് കേസാ.